പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് വേറൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഉജാലയുടെ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ആണ്. അതുപോലെ വാൾ ഡെക്കറായിട്ടൊക്കെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ നേരം വെളുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ കുറച്ച് പ്രോസസ്സുകൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. അത് ഉണങ്ങാൻ വെച്ചിട്ട് നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, തൃശ്ശൂരുള്ള ലളിതകലാ അക്കാദമിയിലേക്ക്. അപ്പോൾ അവിടെ ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലൊരു ഉജാലയുടെ ബോട്ടിൽ കാലിയായിട്ടുള്ളത് സംഘടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള കോട്ടിങ്ങൊക്കെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൗത്തിൻ്റെ പോർഷൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഒരു വി ഷേപ്പിൽ വരച്ചു കൊടുക്കുക. രണ്ട് സൈഡിലും ഒരുപോലെ കട്ട് ചെയ്താലാണ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബോട്ടിലിൻ്റെ അടിവശത്ത് ഇതുപോലത്തെ ചെറിയൊരു മാർക്കിംഗ് ഉണ്ടാവും. അത് 4 വശത്തായിട്ട്, ഈ ഒരു അടിവശത്ത് 4 ഭാഗത്തായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിനോട് ചേരണ വിധത്തിൽ ആ ഒരു വി ഷേപ്പിൻ്റെ എൻഡിങ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ അളവിൽ തന്നെ അപ്പുറത്തും നമുക്ക് ഇതുപോലെ വി ഷേപ്പ് വരച്ചെടുക്കാം. ഇനി നമുക്കൊരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇത് മെല്ലെ കട്ട് ചെയ്യാൻ നോക്കാം. ഈ ഒരു ഉജാല ബോട്ടിലിൻ്റെ സർഫസ് ഭയങ്കര സ്മൂത്തായ കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് തെന്നി പോവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ബ്ലേഡ് സർഫസിൽ ടച്ച് ചെയ്തിട്ട് തെന്നി പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം ചെറിയ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക, വളരെ ലൈറ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ ബ്ലേഡ് വെച്ച് ഉരസി കൊടുക്കുക. അങ്ങനെ ഒരു ഓട്ട വന്നതിന് ശേഷം അതുകൂടെ കത്രിക കടത്തിയിട്ട് ഈ രീതിയിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി ബോട്ടിലിൻ്റെ അടിവശവും ഈ ഷേപ്പിൽ വി ഷേപ്പിൽ കട്ട് ചെയ്യുക. അതുപോലെ ആർച്ച് പോലെ നിൽക്കുന്ന ഭാഗവും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ഈ ഒരു പോർഷൻ ചെയ്യിക്കുക. അപ്പോൾ ഈ ഒരു ആർച്ച് ഷേപ്പിലും കൂടി നമുക്കിത് കട്ട് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ഈ കട്ടിങ് പ്രോസസ്സ് കംപ്ലീറ്റ് മുതിർന്നവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് മാത്രം കുട്ടികൾ ചെയ്യുക. അങ്ങനെ ഈ കട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ആ കട്ട് ചെയ്ത പോർഷനിലൊക്കെ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാക്കുക. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, ഒരു വുഡിൻ്റെ മെറ്റീരിയലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പോർഷൻ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെ ഷേപ്പ്ലെസ് ആയി നിൽക്കുന്ന എക്സ്ട്രാ പോർഷൻസ് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഉരുകി നിൽക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മടക്കി ഉള്ളിലേക്ക് വെക്കാം. ആ സമയത്ത് ഇതുപോലത്തെ കറുത്ത പാടുകളൊക്കെ ഉണ്ടായ ഒരു പ്രശ്നമില്ല, നമ്മൾ ബേസ് കോട്ട് അടിക്കുമ്പോൾ അതൊക്കെ ഹൈഡായിട്ട് പൊക്കോളും. അതുപോലെ നല്ല മൂർച്ചയുള്ള കത്രിക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു തെർമോക്കോളിൻ്റെ പീസാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 ലെയറുകളാണ് എടുത്തേക്കുന്നത്, 3 കട്ട് പീസുകളാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, അത് ഈ ഒരു ഉജാല ബോട്ടിലിൻ്റെ തിക്നെസ്സിനനുസരിച്ച് വരാനാണ്. ഈ ഒരു മൂടിയുടെ പോർഷൻ്റെ സെയിം തിക്നെസ്സിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 ലെയറുകളായിട്ടുള്ള പീസുകൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ ലെയറുകളും നമുക്ക് ഇനി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ എല്ലാ പോർഷനിലും നന്നായി ഗ്ലൂ ആവണ വിധത്തിൽ വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടർന്നു പോരും. അങ്ങനെ ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഫിഷിൻ്റെ വാൽ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ തന്നെ വരയ്ക്കണമെന്നില്ല, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് പല രീതികളും റെഫർ ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്കിത് നല്ല നീറ്റായിട്ട് തന്നെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന നൈഫ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ സൈഡൊക്കെ നന്നായി കട്ട് ചെയ്യണം. നമ്മൾ ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചെടുക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ സക്സസ് ആയിന്ന് വരില്ല. ഇത് കട്ടി കുറഞ്ഞ പോലത്തെ ഒരു തെർമോക്കോളായ കാരണം അത് സക്സസ് ആവില്ല. അതുകൊണ്ട് നമുക്ക് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അതുപോലെ സിംഗിൾ ലെയറിൽ നമ്മൾ ഫിഷിൻ്റെ ചിറകുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാലിൻ്റെ പോർഷൻ നമ്മൾ 2 പീസാക്കി അതുപോലെ സൈഡുകളൊക്കെ ഒന്ന് സ്മൂത്തായി കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും. ഇത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുക, അതിനുശേഷം ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒട്ടാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ വേഗം ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തെർമോക്കോളിൽ അതിൻ്റെ റിയാക്ഷൻ നടന്നിട്ട് അത് ഡാമേജ് ആയി പോവും. അതുകൊണ്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ജോയിൻറ്റുകളിലൊക്കെ ഗ്ലൂ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് കുറച്ചധികം നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ തെർമോക്കോളിൻ്റെ പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇളകാത്തൊരു സ്ഥലത്തേക്ക് അത് മാറ്റി വെച്ചേക്കാണ്. ഇനി നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോകാം. അവിടുത്തെ ആർട്ട് എക്സിബിഷൻ എന്താ സംഭവങ്ങൾ എന്നുള്ളതെന്നൊക്കെ കണ്ടു നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂർ ചെമ്പൂക്കാവിലുള്ള കേരള ലളിതകലാ അക്കാദമിയിലാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എക്സിബിഷൻ നടക്കുന്നത്. നമ്മുടെ എക്സിബിഷൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ക്ലാസ്സിലത്തെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എക്സിബിഷനാണ്. 3 പേരും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. ആ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവുക, ആ ഒരു പോർഷനിൽ.
അപ്പോൾ അവിടേക്ക് കയറാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ മെയിൻ ആള്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൽദോ, അവിടെ ഇരിക്കുന്നുണ്ട്. 3 ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലത്തെ ഒരു ആർട്ടിസ്റ്റാണ് എൽദോ. അപ്പോൾ എൽദോനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച ശേഷമാണ് നമ്മൾ ഗാലറിയിലേക്ക് കടന്നത്. അപ്പോൾ ഈ ഒരു ഗാലറിയുടെ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാവും. ആ ഓരോ സ്റ്റെപ്പും കയറി ചെല്ലുന്ന ഈ ഒരു പോർഷനിലാണ് വർക്കുകൾ അറേഞ്ച് ചെയ്തേക്കണത്. ഈ ഒരു പോർഷനിൽ കുറച്ച് സ്കൾപ്ചറിൻ്റെ വർക്കുകളാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ ഭാഗത്ത് ഫോൺ വിളിച്ചിരിക്കുന്നതാണ് സനൽ ഞാൻ വന്നത് അധികം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മേശപ്പുറത്തായിട്ട് ഇവരുടെ കാറ്റലോഗ് അതുപോലെ കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ അവരുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ സൈഡിൽ ഒരു നോട്ട്ബുക്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ എഴുതാം. അപ്പോൾ ഈ ഒരു കാറ്റലോഗ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് കവിത ടീച്ചറാണ്. അതിൻ്റെ അപ്പുറത്ത് ഇതേ മായയാണ്, നമ്മുടെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ആളുടെയാണ് ഈ സ്കൾപ്ചർ വർക്കുകളും അതുപോലെ കുറച്ച് പെയിൻറ്റിങ്സും ഒക്കെ ഉള്ളത്. അതുപോലെ നേരത്തെ കണ്ട എൽദോയാണ് ഇത്. എൽദോൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലെ അവൻ്റെ വർക്കിൻ്റെ കുറച്ച് ഇമേജുകൾ, പിന്നെ സനലിൻ്റെ വർക്കുമാണ് ഇതിലുള്ളത്. ഇതാണ് സനലിൻ്റെ വർക്കും കൂടിയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇവരുടെ വർക്കുകൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തേക്കണത്, എന്തൊക്കെയാണ് ആ കാഴ്ചകൾ എന്നുള്ളത് കണ്ടു നോക്കാം. ഓരോ ആർട്ടിസ്റ്റുകളും ഇതുപോലെ എക്സിബിഷൻസ് നടത്തുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആശയങ്ങൾ സമൂഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വർഷങ്ങളോളം എടുത്തിട്ടുള്ള ഒരു എഫർട്ടാണ് ഈ ഓരോ വർക്കുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിലത്തെ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ചെയ്യാൻ പറ്റിയ കുറേ ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനത്തെ എക്സിബിഷൻ വിസിറ്റ് ചെയ്യുക വഴി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആർട്ട് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സിബിഷൻസും നമ്മൾ കാണാൻ ശ്രമിക്കുക. ഇത്തരം ആർട്ട് ഗാലറികളിൽ എപ്പോഴും എക്സിബിഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് എക്സിബിഷൻ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും തൃശ്ശൂർ വരികയാണെങ്കിൽ ഇങ്ങനത്തെ പ്ലേസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്, നമ്മൾക്ക് കയറി കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ഓരോ ആർട്ടിസ്റ്റിൻ്റെ വർക്കുകളും ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലുകളിലാണ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളുണ്ട്. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒച്ചാന്നുള്ള ഈ ഒരു എക്സിബിഷൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എക്സിബിഷൻ കണ്ട് ഇറങ്ങി. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ ആ ഉണങ്ങാൻ വെച്ച സംഭവങ്ങൾ എന്തായി എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലാത്ത കുറച്ച് പോർഷൻസ് നമ്മൾ ഇതുപോലെ നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഇതിൽ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് വൈറ്റ് അക്രലിക് പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കളറൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ബേസ് കോട്ടായിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് അക്രലിക് കളർ എല്ലാ പോർഷനിലും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്തേക്കാണ്. ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഗ്ലൂവിൽ മുക്കിയിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഈ ഒരു വാലിൻ്റെ പോർഷനിൽ നമ്മൾ കുറച്ച് റെഡ് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ ചിറകുകൾക്കും ചുണ്ടുകൾക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ വായയുടെ ഉൾവശത്തും നമ്മൾ ഇതുപോലെ റെഡ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിനോട് ചേർന്നിട്ട് തന്നെ കുറച്ച് ഓറഞ്ച് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ പോർഷനിലും വേണ്ട, അതിനോട് ചേർന്ന് നിൽക്കണം, ആ റെഡിനോട് ചേർന്ന് നിൽക്കണം കുറച്ച് പോർഷനിൽ ഇതുപോലെ ഓറഞ്ച് അപ്ലൈ ചെയ്യുക. അതിനുശേഷം കുറച്ച് യെല്ലോ കളർ ബാക്കി എല്ലാ പോർഷനിലും ഇതുപോലെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഓരോ കളറുകളും കൂടി ചേർന്ന ആ ഒരു ഭാഗങ്ങൾ നല്ല രീതിക്ക് തന്നെ ലയിപ്പിച്ചെടുക്കുക. അത് കട്ട് കളറായിട്ട് നിൽക്കരുത്, അവിടെ നല്ല പോലെ ലയിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പാട പോലത്തെ സംഭവം കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കണ്ണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷനിൽ മാർക്കർ ഉപയോഗിച്ചിട്ട്, പെർമനൻറ്റ് മാർക്കർ ബ്ലാക്ക് കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തത്. ഈ ഒരു മെത്തേഡിൽ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബോട്ടിൽ ക്യാപ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം പരിപാടികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ചെറിയ ചിറക് കൂടി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മൾ ഇതുപോലെ ഒരു ചിറകിൻ്റെ പോർഷൻ വരച്ചു. ഇവിടെ ചെറിയ ഡോട്ട് ഇട്ടേക്കുന്നത് മടക്കാനുള്ള പോർഷനാണ്. അപ്പോൾ ഇതിനി നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് മടക്കിയിട്ട് ഇതുപോലെ ഒട്ടിക്കാം.
അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് റെഡ് കളർ അക്രലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓറഞ്ച് മിക്സ് ചെയ്യുക, അതുപോലെ മഞ്ഞ കളറും കുറച്ചുണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ കോമ്പിനേഷന് മാച്ചായ വിധത്തിൽ അത് സെറ്റാവും. അപ്പോൾ ഈ രീതിയിൽ നമ്മളത് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ടെക്സ്ചറൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ആണിയല്ല, ഇതൊരു സൂചിയാണ്. അപ്പോൾ ആ സൂചി ഇരുമ്പിൻ്റെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞു വെച്ചെങ്കിൽ ഇതിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് അത് വെച്ചിട്ടൊരു ഓട്ട തുളയ്ക്കാം. ഇതിനധികം പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓൾറെഡി ആ നെക്ക് പോർഷനിൽ ഒരു ഹോൾ ഉണ്ട്, ആ ക്യാപ്പിനും കൂടി നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഈരയാണ്. ഈര എന്നാണ് ഇതിന് ഞങ്ങളുടെ അവിടെ പറയുക. അപ്പോൾ ഈ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് കോർത്തെടുക്കണം. ഇത് കുറച്ച് പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ടും കട്ടിയുള്ളതുകൊണ്ടും നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പോർഷനിലൂടെ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചെങ്കിൽ നമ്മുടെ വർക്ക് ഹാങ് ചെയ്തിടാൻ പാകത്തിനുള്ളതായിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ ഇടുമ്പോൾ കറക്റ്റായിട്ട് കിടക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു വാലിൻ്റെ പോർഷനിൽ ഈ രീതിയിൽ നിൽക്കാൻ പാകത്തിന് നൈഫ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഈ രീതിയിൽ നമുക്കിത് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം. നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ ചുമരിനോട് ചേർന്നിട്ട് എവിടെ വേണമെങ്കിലും നമുക്കിത് ഹാങ് ചെയ്തിടാം. നമ്മളിത് ഹാങ് ചെയ്തിടാൻ ഈര ഉപയോഗിച്ചതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയ കാരണം ഹാങ് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയിൽ കിടന്നോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ കണ്ട ഒരു പോർഷനിൽ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അതല്ല വേറെയും കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽ വേണമെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചെതമ്പലുകളൊക്കെ നമുക്ക് റാ ഷേപ്പിൽ വരയ്ക്കാം. അതുപോലെ കണ്ണിൻ്റെ പോർഷനിൽ ചെറിയ ഡീറ്റെയിൽസ്, ചെകിളയുടെ പോർഷനിലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഈ ഒരു ചിറകുകളുടെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ലൈൻസാണ് കൊടുക്കുന്നത്. അതുപോലെ ചുണ്ടിൻ്റെ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ആ ചെതമ്പലിൻ്റെ ഭാഗത്ത് ഇതുപോലെ കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മാറും. പിന്നെ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ യെല്ലോ റെഡ് കോമ്പിനേഷന് പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഉജാലയുടെ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷിനെ ഇവിടെ ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ 2 മെത്തേഡിലാണ്. ആദ്യം നമ്മൾ ആ ഡീറ്റെയിലിംഗ് ഇല്ലാണ്ട് ചെയ്തു, പിന്നെ മാർക്കർ ഉപയോഗിച്ച് ഡീറ്റെയിൽ ചെയ്തു. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഏത് രീതിയിൽ ചെയ്യണം, എന്തൊക്കെ ക്രാഫ്റ്റാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടൻറ്റായിട്ട് കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.